ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് വിഭൂതി കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച അഥവാ തപസ് കാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. ഈ യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേരും ഒക്കെ ഉപവസിക്കുന്നുണ്ട്, പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാര് ഉപവസിക്കുന്നില്ല. അപ്പോ യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈശോ അതിന് മറുപടി പറയുന്നു. ഇതാണ് സുവിശേഷ ഭാഗം. രണ്ട് കാര്യങ്ങളല്ലോ. അവരുടെ ആ ചോദ്യം, ഈശോയുടെ മറുപടി ഇതാണ്. അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഈശോ ഒരു വളരെ സിമ്പിളായിട്ട് ഒറ്റ കരിയിൽ പറയുന്നുള്ളൂ. മണവാളൻ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവരെങ്ങനെ ദുഃഖം ആചരിക്കുന്നത്? അകറ്റപ്പെടുമ്പോൾ ദുഃഖം ആചരിക്കും, അകറ്റപ്പെടുമ്പോൾ ഉപവസിക്കും. ഈ ഉപവാസം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായൊരു നിർവചനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈശോയുടെ ഒരു പഠനം. ഉപവാസത്തെക്കുറിച്ച് യേശുവിന്റെ കാലഘട്ടം വരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ നിലനിന്നിരുന്നു. പ്രായശ്ചിത്ത പ്രവൃത്തിയാണ്, പരിഹാരക്രിയയാണ്, പാവമോചനത്തിന് അത്യാവശ്യമാണെന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമം, ഇതൊക്കെയാണ് ഉപവാസം. ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നു, ചില ഭക്ഷണങ്ങൾ ദീർഘകാലത്തേക്ക് കഴിക്കാതിരിക്കുന്നു, അങ്ങനെ വിശപ്പ് സഹിച്ചും സ്വന്തം ഭക്ഷണം വഴി കിട്ടുന്ന സന്തോഷങ്ങൾ ത്യജിച്ചുമൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ മാപ്പ് പ്രഖ്യാപിക്കുന്നു, ദൈവം അത് സ്വീകരിക്കുന്നു, എൻ്റെ പാവം മോചിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ ഈശോ അതിനെ ഒന്ന് മാറ്റി പുതിയൊരാശയം അവരെ പഠിപ്പിക്കുക. എന്താണ് ഉപവാസം? മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോട് ദുഃഖം ആചരിക്കുന്നില്ല, കാരണം അവനോടൊപ്പം ഉണ്ട്. എന്നാൽ അകറ്റപ്പെടുമ്പോൾ അവർ ഉപവസിക്കും. ഇപ്പോ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈശോ കൂടെ ഉള്ളപ്പോ ഉപവാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എപ്പോഴാണ് ഈ ഉപവാസം? തപസ്കാലം ആരംഭിച്ചു. ഈ കാലഘട്ടം മുഴുവനും ഇനി നമ്മൾ ഉപവസിക്കാൻ പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന് പറയുന്ന കാര്യങ്ങൾക്കപ്പുറം മണവാളൻ എൻ്റെ കൂടെ ഇല്ല. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാള് എൻ്റെ കൂടെ ഇല്ലാതാകുമ്പോൾ എൻ്റെ ഊണും ഉറക്കവും എനിക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് ഉപവാസം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈശോ എൻ്റെ കൂടെ ഇല്ല എന്ന എൻ്റെ ബോധം, ആ ബോധം എൻ്റെ ഉറക്കം കെടുത്തുന്നു, എൻ്റെ ഭക്ഷണത്തോടുള്ള താല്പര്യം ഇല്ലാതാക്കുന്നു. അതാണ് ഉപവാസം. അതൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെ, സ്വാഭാവികമായി സംഭവിക്കുന്ന പോലെയാണ്. എനിക്കത് പറ്റുന്നില്ല, കാരണം ഈശോന്റെ കൂടെ ഇല്ല. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ ഇതെടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എനിക്ക് അതാദ്യം ഈശോയെ നമുക്ക് കണ്ടെത്തട്ടെ, ആദ്യം ഈശോയായിട്ടുള്ള സ്നേഹം പുനഃസ്ഥാപിക്കട്ടെ, എന്നിട്ട് പിന്നെ ആലോചിക്കുന്നതിനെ കുറിച്ച് എന്ന രീതിയിൽ. ഇതിലൊരു മണവാളൻ അകന്നുപോയി എന്നല്ല പറയുന്നത്, അകറ്റപ്പെട്ടു. ആരകറ്റി? നമ്മൾ തന്നെ അകറ്റിയത്. നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ അകറ്റിക്കളഞ്ഞ മണവാളൻ. അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ വീഴുന്നതിന്റെ പേരിൽ നമ്മളിൽ നിന്നും സാത്താൻ അകറ്റിക്കളഞ്ഞ മണവാളൻ. അതിനാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സുവിശേഷത്തിലുടനീളം മണവാളൻ അകന്നുപോയി, അല്ലെങ്കിൽ ഈശോ അകന്നുപോയ സംഭവത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്, പലയിടത്ത് വായിക്കുന്നുണ്ട്. ഈ മനുഷ്യര് ഈശോ ഇങ്ങനെ ഒരു വിശ്രമിക്കാം, ശിഷ്യന്മാരോട് പറയുന്നത് നമുക്കൊന്ന് അല്പം നേരം വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് വിജനസ്ഥലത്തേക്ക് പോവുക. അപ്പോൾ വഞ്ചിയിൽ കയറി വിജനസ്ഥലത്തേക്ക് പോകുമ്പോൾ കരവഴി ജനം അവൻ പോകുന്ന ഇടം മനസ്സിലാക്കിയിട്ട് കരവഴി ഓടി അവന് മുമ്പേ അവിടെ ചെന്ന് ഈശോയെ കാത്തു നിൽക്കുന്ന ഒരു സംഭവം വായിക്കുന്നുണ്ട്. അപ്പൊ അവര് അന്വേഷിച്ചിറങ്ങിയ. പക്ഷെ ഈ അന്വേഷണങ്ങൾ പലതാ. ഈശോ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, അപ്പം വർദ്ധിപ്പിച്ചു അത് ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ സമൃദ്ധിയാണെങ്കിൽ ആ അന്വേഷണത്തിന്റെ പേര് ഉപവാസം എന്നല്ല.
നിങ്ങൾ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം കൊണ്ട്, ആ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളിൽ നിന്നും, ആ സ്നേഹത്തിനായിരിക്കേണ്ട ഞാൻ നിങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടു പോയതിന്റെ വേദനയോടുകൂടി നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഉപവാസം എന്ന് വിളിക്കുക. നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഈ ഉപവസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്റൻഷൻസ് മുഴുവനും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള യാചനകളും പ്രാർത്ഥനകളുമാണ് എങ്കിൽ ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടല്ലേ, വീണ്ടും അപ്പം കിട്ടാൻ വേണ്ടിയല്ലേ. അത് ഉപവാസമല്ല, അതിനുള്ളതല്ല ഉപവാസം. ഉപവാസം എന്ന് പറയുന്നത് ഈശോയുള്ള സ്നേഹത്തിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അത് നമ്മൾ കാണുന്നത് ഈ യോഹന്നാൻ, ബാക്കി ശിഷ്യന്മാരെല്ലാം ചിതറിക്കപ്പെട്ടു. ബാക്കി 11 പേരും അവിടെ ഇല്ല, അവരോടി. ഒരാൾ ഒറ്റുകാരനാണ്, ബാക്കി 10 പേര് അവരെല്ലാം ഒഴിഞ്ഞുപോയി. പക്ഷെ ഒരാൾ മാത്രം അവനെ അന്വേഷിച്ചു, അവനൊപ്പമായിരിക്കാൻ, അവനൊപ്പം വസിക്കാൻ, ഉപവസിക്കാൻ, അവനോടൊപ്പം കുരിശിന്റെ വഴിയിലുടനീളം നടന്നു, കുരിശിൻ ചുവട്ടിൽ നിന്നു, കുരിശുമരണം കണ്ടു യോഹന്നാൻ. യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരു ഉപവസിക്കൽ എന്നൊക്കെ പറയുന്നത് യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ആദ്യ ശിഷ്യന്മാരെന്നൊക്കെ പറയുന്നത് യോഹന്നാൻ സുവിശേഷം തുടങ്ങുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, സ്നാപകന്റെ ശിഷ്യന്മാരായ യോഹന്നാനും പത്രോസും ഇങ്ങനെ യേശു നടന്നു വരുന്ന കണ്ടപ്പോൾ സ്നാപകൻ പറയാം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ അവന്റെ പിന്നാലെ പോയി. അവന് പിന്നാലെ പോകുമ്പോഴത്തേക്ക് തന്നെ രണ്ടുപേരും അനുഗമിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ തിരിഞ്ഞു നിന്ന് ചോദിക്കുക, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണോ? എന്തെങ്കിലും അനുഗ്രഹം വേണോ? എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാറുണ്ടോ? നമ്മൾ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് ചോദിക്കുന്നൊരു കാര്യമാണ്, ഗുരു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾക്ക് നിന്നോടൊപ്പം വസിക്കണം. അത് പറയുന്നില്ല, അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒപ്പം വസിക്കണമെന്ന് ആഗ്രഹം, അത്രേ ഉള്ളൂ. ഉപവസിക്കണം, വന്ന് കാണുക. ചെന്ന് കണ്ടു, ഒപ്പം വസിച്ചു, എന്നും വസിച്ചു. അതാണ് യോഹന്നാൻ. യോഹന്നാൻ പിന്നെ പിരിഞ്ഞു പോയിട്ടില്ല. അതാണ് യോഹന്നാൻ അന്ത്യത്താഴത്തിന് ശേഷം, അന്ത്യത്താഴത്തിനൊക്കെ ചേർന്നിരിക്കുക, ഒപ്പം വസിക്കുക. എന്നിട്ട് അതിനുശേഷം അന്ത്യത്താഴത്തിന് ശേഷം ഗെത്സമനിയിൽ കൂടെ പോകുന്നുണ്ട്. ഗെത്സമനിൽ നിന്നും കാൽവരി യാത്രയിലുടനീളം കൂടെ പോയി ആ കുരിശ് മരണം വരെ കണ്ടുകൊണ്ട് നിൽക്കുന്ന, ഉപവസിക്കുന്ന യോഹന്നാൻ നമുക്ക് പിടികിട്ടി കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് മാത്രം പിടികിട്ടിയൊരു കാര്യമാണ് ദിവ്യകാരുണ്യം എന്നാണെന്നുള്ളത്. 4 പേര് സുവിശേഷം എഴുതിയിട്ട് അതിന് യോഹന്നാൻ മാത്രമാണ് 6-ാം അധ്യായത്തിൽ കുർബാന എന്താണ്, കൂടെ വസിക്കാൻ ദൈവം അപ്പമായി മാറിയതാണ് എന്ന ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ എഴുതുന്നതും യോഹന്നാനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉപവസിച്ചു എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഈ ശരീരവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി ചിന്തിക്കാതെ, ആ ഉപവസിക്കൽ എന്ന് പറയപ്പെടുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പാഠം നമുക്ക് തരുന്നത് യോഹന്നാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരാൾ കൂടിയുണ്ട്. മരിച്ചടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം, ഈ 3 ദിവസത്തിന് ശേഷം ഈശോ ഉദ്ധാനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് കല്ലറയിലേക്ക് പോയ മഗ്ദലന മറിയം ഈശോയെ കണ്ടുമുട്ടിയിട്ട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച്, മനസ്സിലാക്കാൻ പറ്റാതെ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് നടത്തുന്ന സംഭാഷണമുണ്ട്. അതും ചോദിക്കുന്ന കാര്യം, എന്റെ ഗുരുവിനെ അവർ എടുത്തുകൊണ്ട് പോയി. നീയാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെയാ വെച്ചിരിക്കുന്നത് പറയുക, ഞാൻ വന്ന് അവൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അങ്ങനെ എന്റെ ഗുരുവിനെ അവരെ അപഹരിച്ചു, മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്നിൽ നിന്നും കവർന്നെടുക്കപ്പെട്ട ഗുരുവിനെ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ ഭക്തനെ പറ്റി നമ്മൾ കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ടും ഉപവസിക്കാനുള്ള ആഗ്രഹമാണ്. താൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ്, അങ്ങനെ പറഞ്ഞ അതിരാവിലെ എഴുന്നേറ്റ് ഈ കല്ലറയിലേക്ക് പോയെന്ന് പറയുമ്പോഴത്തേക്ക് ഉപവസിക്കാനായിട്ട്, ഒപ്പമായിരിക്കാൻ വേണ്ടിയുള്ള കൊതിയാണ് കാണുന്നത്. ഇതിങ്ങനെ സുവിശേഷത്തിലുടനീളം അനേകം മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കുരിശിന്റെ വഴിയിൽ തന്നെ നമ്മൾ യോഹന്നാനെ മാത്രമല്ല, ഓസ്ട്രേലിയൻ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓസ്ട്രേലിയൻ സ്ത്രീകൾ ഇങ്ങനെ അവന്റെ പിന്നാലെ അരമുറയിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട എന്താ കാര്യം? എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന, അവര് ഒരു പ്രവചനമൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വരാൻ പോയി, നിങ്ങൾ ഇപ്പം കരയണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഈശോ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഉദ്ദേശം ഇതാണ്, അവനോടൊപ്പം പോകണം. അവരിങ്ങനെ ഓശാന പാടി എതിരേറ്റ ക്രിസ്തു പുരുഷൻ ചുമന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് അവന്റെ വേദനകൾ കണ്ട് സഹിക്കാൻ പറ്റാതെ അവരുടെ ഒപ്പം പോകാൻ നിൽക്കുന്ന ഇവരെയാണ് ഈ സ്ത്രീകളെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ തപസ്സാചരണത്തിന്റെ ഈ വിഭൂതി തിരുനാൾ കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച എത്തി നിൽക്കുമ്പോൾ, നമ്മൾ ഈ തപസ്സാചരണത്തിന് ആദ്യത്തെ വെള്ളിയാഴ്ച ആദ്യമായിട്ട് നമ്മൾ കുരിശിന്റെ വഴി തുടങ്ങിയ
തപസാരാധന ആ ദിവസങ്ങളിൽ തൊട്ടേ കുരിശിന്റെ വഴി ചൊല്ലി തുടങ്ങിയവരുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് നമ്മൾ പള്ളികളിൽ കുരിശിന്റെ വഴി തുടങ്ങുന്ന. അപ്പൊ ആ യാത്ര തന്നെയാണ് ഉപവാസം എന്ന് നമ്മൾ ഓർപ്പിക്കുക. അവനോടൊപ്പം യാത്ര ചെയ്ത കുരിശിന്റെ വഴി യാത്ര ചെയ്ത യോഹന്നാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പാഠമൊന്നും സുവിശേഷത്തിൽ നമുക്ക് ഉപവാസത്തെ കുറിച്ച് വായിച്ചെടുക്കാനില്ല. തീർച്ചയായിട്ടും മറിയവും ജോസഫും ഉണ്ട്. അവര് എക്സെപ്ഷണൽ കേസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ നമ്മൾ നോക്കിയാണ് യോഹന്നാന്. മറിയം ജോസഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കാണാതെ പോയി ഈശോയെ കണ്ടെത്താൻ വേണ്ടി അവര് നടത്തിയൊരു തെരച്ചിലുണ്ട് 12-ാം വയസ്സിൽ. അത് ഈ പറഞ്ഞ പോലെ തന്നൊരു അന്വേഷണമാണ്. അവനെ ആരും എടുത്തു മാറ്റി. അവൻ തന്നെ മാറിയിരിക്കുന്നത്. അവന് ഈ കാര്യം മറിയത്തിൽ നിന്നും ജോസഫിൽ നിന്നും ഈശോയെ എടുത്തു മാറ്റാൻ ആർക്കും പറ്റത്തില്ല. ആരും അവനെ അകറ്റപ്പെട്ടതല്ല, അവരൊന്ന് മാറിയിരുന്നതാണ് ചില ഉദ്ദേശങ്ങളുടെ പേരിൽ. പക്ഷെ അവിടെയും അവരന്വേഷിച്ചിറങ്ങി അവനെ കണ്ടെത്തി സ്നേഹത്തോടു കൂടി നസറത്തിലേക്ക് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഉപവാസത്തെ കുറിച്ചുള്ള ഒരു വേറൊരു കാഴ്ചപ്പാടിൽ നമുക്ക് യോസെഫിനെയും മറിയത്തെയും കാണാൻ സാധിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഉപവാസത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായ പാഠം നമുക്ക് പകർന്നു നൽകുന്നത് യോഹന്നാനാണ്. എല്ലാ പ്രകാരത്തിലും യോഹന്നാന്റെ ആ ഒരു ഇടപെടൽ, ഈ സുവിശേഷത്തിന്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈശോ പറയാണ്, മണവാളന്റെ തോഴന്മാർ, കൂട്ടുകാർ. യോഹന്നാൻ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 14:15 നമ്മൾ വായിക്കുന്നുണ്ട്, 15:15 നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങൾ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. അതിനാൽ ഇനിമേൽ നിങ്ങൾ എൻ്റെ ദാസന്മാരല്ല, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്, നിങ്ങളുടെ സ്നേഹിതരാണ് എന്ന് പറയുന്നുണ്ട്. ഈ മണവാളന്റെ കൂട്ടുകാരും, ഈ കൂട്ടുകാരന്റെ ജീവിതത്തിൽ നിന്നും മണവാളൻ അകറ്റപ്പെടുന്നു എന്ന ബോധമാണ് ഉപവാസത്തിന്റെ അടിസ്ഥാനം. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഈശോ അകറ്റപ്പെട്ട നിമിഷങ്ങളും അകന്നിരിക്കുന്നു എന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഓർക്കാനും അതൊക്കെ ഒന്ന് തിരുത്തിയെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയുള്ളൊരു കാലമാണ് ഉപവാസ കാലഘട്ടം, തപസ് കാലം എന്ന് ഓർപ്പിക്കുന്ന ഈ വചനഭാഗത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും ഹൃദയമായി ജീവിക്കാനുമുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.